പിന്നെ ഉമ്മാന്റെ കാര്യം പറഞ്ഞില്ലേ, ഉമ്മാന്റെ വീഡിയോസ് എവിടെ ഇല്ല. ഞാൻ എന്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എന്റെ യൂട്യൂബിൽ നിന്നൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായച്ചിത്തം എന്നോണം ക്ഷമാപണവുമായി ഷാജിദ ഷാജി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയും കാലം താൻ സോഷ്യൽ മീഡിയയിൽ ചെയ്ത് കൂട്ടിയതെല്ലാം എനിക്ക് അവരോടുള്ള വിയോജിപ്പ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷാജിദ ഷാജി കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു വിഷയം എടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ ഷാജിദ ഷാജി ചെയ്ത തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്നെ വിടാതെ പിന്തുടരുന്ന ചില ആൾക്കാരെ കുറിച്ചൊക്കെ ഷാജിദ പറയുന്നുണ്ട്. എത്രയോ കാലമായിട്ട് ലൈവുകളിൽ വന്നിട്ടും അല്ലെങ്കിൽ അല്ലാതെ വീഡിയോകളിലൂടെയൊക്കെ ഒരുപാട് പേരെ തെറി പറയുകയും സ്വന്തം ഉമ്മേനെ വരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച ഒരു സോഷ്യൽ മീഡിയയിലെ സ്ത്രീ കഥാപാത്രമാണ് ഷാജിദ ഷാജി. അവരുടെ ലൈവിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ തെറികളുടെ അഭിഷേകമായിരിക്കും. പക്ഷെ എന്നാൽ പോലും അവർ മാറാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിൽക്കക്കളിയില്ലാതെ ഇപ്പോൾ ഷാജിദ ഷാജി അവരുടെ ചെയ്ത തെറ്റുകൾ പശ്ചാത്തപിച്ചുകൊണ്ട് ദുആ ചെയ്തു, മാപ്പ് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, മാപ്പ് പറയാനുണ്ടായ സാഹചര്യം എന്താണ്, കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇറ്റ്സ് മീ കൈസ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ആരെങ്കിലൊക്കെ ഇതുപോലെയൊക്കെ ഇറങ്ങിയാൽ മാത്രമേ പല കാര്യങ്ങൾക്കും ഒരു തീരുമാനമാകുള്ളൂ എന്ന് തോന്നിപ്പോയി. നമുക്കെന്തായാലും ഷാജിദ ഷാജിയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് ആയമയ്ക്ക് സംഭവിച്ചത്, എന്തുകൊണ്ട് ഈ പറയുന്ന പശ്ചാത്താപം തോന്നി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. പറഞ്ഞില്ലേ, ഉമ്മാന്റെ വീഡിയോസ് എവിടെ ഇല്ല. ഞാൻ എന്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എന്റെ യൂട്യൂബിൽ നിന്നൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പടച്ചവനോട് തൗബ ചെയ്ത ഒരു അപ്പോൾ ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പടച്ചവനോട് ദുആ ചെയ്തു, മാപ്പ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഉമ്മയോട് മാപ്പ് ചോദിച്ചോ? ഒരു വാക്ക് അവരോട് പോയി സംസാരിച്ചോ? അത് പറഞ്ഞ് കേട്ടില്ല. ഇനി ഇതിലേക്ക് നയിച്ചത് ആരാണ്? ഇവരെ വീഡിയോ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന, ഇവർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഷെരീഫിന്റെ വീട്ടിൽ ഇവർ പോയിട്ടുണ്ടായിരുന്നു. ഇവർ പാലക്കാട് നിന്ന് മണ്ണാർക്കാടേക്ക് എന്തോ താമസം മാറിയിട്ടാണ് ഷെരീഫിന്റെ വീട്ടിൽ പോകുന്നത്. അവിടെ കിടന്ന് അലമുണ്ടാക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് അലമുണ്ടാക്കിയതാണ് ഷാജിദ ഷാജിക്ക് പണിയായത്. ഒരു സൈഡിൽ കൂടി ഷെരീഫ് ലോക്ക് ചെയ്തു, ഒരു സൈഡിൽ കൂടി കൈസ് ലോക്ക് ചെയ്തു. ഇങ്ങനെ ലോക്കായപ്പോൾ ഷാജിദ ഷാജിക്ക് വേറെ നിവർത്തിയില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നു. അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. നമുക്ക് എന്തായാലും കൈസിന് എന്താണ് പറയാനുള്ളത്, കൈസ് ഈ വിഷയത്തിൽ എന്താണ് ചെയ്തതെന്നുള്ള കൈസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായച്ചിത്തം എന്നോണം ക്ഷമാപണവുമായി ഷാജിദ ഷാജി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയും കാലം താൻ സോഷ്യൽ മീഡിയയിൽ ചെയ്ത് കൂട്ടിയതെല്ലാം തെറ്റായി പോയി പോലും, സ്വന്തം ഉമ്മാനെ കുറിച്ച് പോലും തോന്നിയവാസം പറഞ്ഞു പരത്തിയത് തെറ്റായി പോയി പോലും. എന്തേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ തോന്നി പോകാൻ കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലെ? അതിന് പിന്നിൽ കാരണമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ ഷാജിദ ഷാജിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? എന്റെ ഭാര്യയുടെ ഫോട്ടോ എടുത്ത് അവളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തതിനും ലൈംഗിക ചുവയോട് സംസാരിച്ചതിനും ആ വിഷയത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കയസ് എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കെതിരെ സംസാരിക്കണം. അതല്ലാതെ എൻ്റെ ഫാമിലി അല്ലെങ്കിൽ കയസിൻ്റെ ഫാമിലി, കയസിൻ്റെ ഭാര്യക്കെതിരേക്ക് വളരെ മോശമായ വാക്കുകളാണ് ഇവർ എഴുതി പടച്ചു വിട്ടത്. ഇവരെക്കുറിച്ച് കയസ് പറഞ്ഞാൽ കയസിനെ തിരിച്ചു പറയും, ഷെരീഫ് പറഞ്ഞാൽ ഷെരീഫിനെ പറയും, ഞാൻ പറഞ്ഞാൽ എന്നെ പറയും. അല്ലാണ്ട് ഇവരുടെയൊക്കെ വീട്ടിലുള്ളവരെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഷാജിദ ഷാജിക്കെതിരെ വീഡിയോ ചെയ്ത ഒരാളും അവരുടെ കുടുംബത്തെ തൊട്ട് കളിച്ചിട്ടില്ല, അവരുടെ കുടുംബക്കാരെ പറഞ്ഞിട്ടില്ല. എനിക്ക് അവരോടുള്ള വിയോജിപ്പ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടികളെ 5, 6, 7 വയസ്സുള്ള കുട്ടികളെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഈ തെറി പറയുന്നത്. ആ കുട്ടികൾ ഏറ്റവും ഇളയ കുട്ടികളാണെങ്കിൽ പലപ്പോഴും ഇവർ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഉമ്മയെക്കുറിച്ച് വന്ന് പറയുന്ന കാര്യങ്ങൾ, ഉപ്പേനെ ഇഷ്ടമാണ്, ഉമ്മേനെ ഇഷ്ടമല്ല എന്ന രീതിക്ക് സംസാരിക്കുന്നത്. അപ്പം ഇതൊക്കെ കമന്റ് ബോക്സിൽ കൂടെ ഒരുപാട് പേര് സംസാരിക്കുന്ന വിഷയങ്ങളായിരുന്നു. ഉപ്പേനെ കാണാൻ പോകുന്നില്ല, എന്തിനു വന്നിരുന്ന് വാചകം അടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വേർപ്പിച്ചത് ഉമ്മേനെ പറഞ്ഞ കാര്യത്തിലാണ്. അതോടൊപ്പം തന്നെ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആ കുട്ടികളോടൊക്കെ ദേഷ്യപ്പെടുന്ന കാണണം ലൈവിൽ വന്നിരുന്നിട്ട്. എന്തോ വൃത്തികെട്ട രീതിയിലാണ് ദേഷ്യപ്പെടുന്നത്. ആ മോന് എന്തോ സ്കൂളിൽ അഫയർ ഉണ്ടായതിൻ്റെ പേരിൽ അവൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ആ പെൺകുട്ടീനെ വളരെ മോശമായി ചിത്രീകരിച്ചു. അതിൻ്റെ പേരൊഴികെ ബാക്കിയെല്ലാം വിളിച്ചു പറഞ്ഞു. അപ്പം അത്രയും വൃത്തികെട്ട രീതിയിൽ ലൈവ് ചെയ്തിരുന്ന ലേഡിയായിരുന്നു ഷാജിദ ഷാജി. അപ്പം അവർ തെറ്റ് തിരുത്തി അല്ലെങ്കിൽ തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നതിൻ്റെ പേരിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. വീഡിയോ ഡിലീറ്റ് ചെയ്തു, പടച്ചവനോട് ദുആ ചെയ്തു. സ്വന്തം പെറ്റമ്മയോട് മാപ്പ് പറഞ്ഞിട്ടില്ല, പടച്ചവനോട് ദുആ ചെയ്തു. പക്ഷെ പടച്ചവൻ പറയുന്ന കാര്യം എന്താണ്? നീ ആദ്യം മാപ്പ് പറയേണ്ടത് നിന്റെ പെറ്റമ്മയോടാണ്. നീ ചെയ്ത തെറ്റ് ആരോടാണോ അവരോട് മാപ്പ് പറയുക, എന്നിട്ട് എന്നെ വിളിക്കുക, ഞാൻ ക്ഷമിക്കണോ വേണ്ടത് അപ്പം തീരുമാനിക്കാം. ഇതാണ് പടച്ചവൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവർ
പടച്ചോനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നമുക്ക് കേസിന്റെ ബാക്കിയുള്ള കേൾക്കാം. അതെന്തായി എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ ആദ്യം ഈ കേസുമായിട്ട് ചെന്നത് എന്റെ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന സമയത്ത് പോലീസുകാർ ഇത് കേസ് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ കോടതി വഴി സമീപിച്ചോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചയച്ചു. വളരെ നിരാശപ്പെടുത്തുന്ന സമീപനമായിരുന്നു അപ്പോൾ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ ഞാൻ എന്തൊക്കെ വേണ്ട നിയമോപദേശം തേടി. ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു മനസ്സിൽ തന്നെയായിരുന്നു എനിക്ക്. അങ്ങനെ വേണ്ട നിയമോപദേശം കിട്ടിയതിന് ശേഷം ഞാൻ എന്താക്കി, DGPക്കും SP-ക്കും ഒരു കത്തങ്ങ് അയച്ചു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. അവർ വീണ്ടും ഓരോരോ ഒഴിവ് കഴിവുകൾ പറയാൻ തുടങ്ങി. കാരണം ഇവർക്ക് എങ്ങനെയും ഇത് കേസ് എടുക്കാതിരിക്കണം. കേസ് എടുത്ത ചൊറാണല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ്. ഞാൻ തിരിച്ച് പോലീസുകാരോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, എന്തുകൊണ്ട് നിങ്ങൾ കേസ് എടുക്കുന്നില്ല, അതിന് വിശദീകരണം എനിക്ക് 14 ദിവസത്തിനുള്ളിൽ കിട്ടണം എന്നുള്ളത്. അവരായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോം വെച്ച്. അങ്ങനെ 14 ദിവസം കഴിഞ്ഞിട്ടും അവരുടെ വിശദീകരണം ഒന്നും കിട്ടിയില്ല. അതോടെ ഞാൻ എന്ത് ചെയ്തു, ഈ കാര്യം ബോധിപ്പിച്ച് വീണ്ടും DYSPക്കും SP-ക്കും കത്തയച്ചു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ എന്താക്കി, ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും വിളിച്ച് ഷാജിക്കെതിരെ താങ്കൾ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് വിളിക്കാണ്, FIR ഇടാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് മൊഴി എടുക്കാൻ വേണ്ടി സ്റ്റേഷൻ വരെ വരണമെന്ന്. അങ്ങനെ ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ പോയി വേണ്ട മൊഴികളെല്ലാം കൊടുത്തു. മിക്കവാറും FIR വീണിട്ടുണ്ടാകും, സ്റ്റേഷനിൽ ഷാജിക്ക് നേരെ കോള് പോയിട്ടുണ്ടാകും. അത് 100% ഷുവറാണ്. എന്തായാലും ഒരുപാട് ഇതിന് പിന്നാലെ നടന്നു കേട്ടോ. പക്ഷെ നടന്നാൽ എന്താ, റിസൾട്ട് കിട്ടിയല്ലോ, അത് മതി. സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാരണം അത്രയും എഫേർട്ട് എടുത്ത് ഒരാളുടെ തോന്നിയവാസത്തെ എതിർക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കൈസ് ആയിക്കോട്ടെ, ഷെരീഫ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഇറങ്ങി കളിക്കുക ഇൻ ദ സെൻസ് ലീഗലി നിയമപരമായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഷാജി ഇപ്പോൾ ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി അവർക്ക് ഒരു പക്ഷേ മണ്ണാർക്കാട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടാവും. ഷെരീഫിൻ്റെ നാടാണ് മണ്ണാർക്കാട്. അവിടെ ഇവരൊരു ഈ ജുവൽസിൻ്റെ എന്തോ സ്റ്റോർ തുടങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറക്കി വിടുകയോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഷാജി ഒരു പാഠം പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും അത് വിശ്വസിക്കാനും പറ്റില്ല, കാരണം ഇവരായതുകൊണ്ട്. ഇന്ന് പറയുന്നത് നാളെ ചിലപ്പോൾ മാറ്റി പറയാം. ആ വീഡിയോയ്ക്കകത്തും പറയുന്നുണ്ട്, ഉമ്മ നമ്മളോട് തെറ്റ് ചെയ്തെങ്കിലും അത് വന്ന് പബ്ലിക്കിൽ പറയുന്നത് മോശമാണ് എന്ന് എനിക്കറിയാമായിരുന്നു, അത് തെറ്റാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോഴും ഉമ്മേനെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിക്കുന്നത്. ഉമ്മ ചെയ്തത് തെറ്റാണെങ്കിലും അത് പബ്ലിക്കിൽ വന്ന് പറഞ്ഞത് മറ്റൊരു തെറ്റാണെന്ന് എനിക്കറിയാമായിരുന്നു. സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഈ ടീമുകളെയൊക്കെ. ഇമാതിരി, അതായത് അവനവൻ്റെ കുടുംബകാര്യം വന്ന് സോഷ്യൽ മീഡിയയിൽ വിളമ്പുക, ഉമ്മേനെ കുറ്റം പറയുക, വാപ്പേനെ കുറ്റം പറയുക, അല്ലെങ്കിൽ അച്ഛനെ അമ്മയെ കുറ്റം പറയുക, സഹോദരങ്ങളെ കുറ്റം പറയുക, ഇതിൽ നിന്ന് എന്ത് ഗുണമാണ് കിട്ടുന്നത്? എനിക്ക് ഒരിക്കലും ചിന്തിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ്. സ്വന്തം അമ്മേനെയും പെങ്ങളെയും സ്വന്തം അമ്മേനെയും സഹോദരങ്ങളെയും അല്ലെങ്കിൽ അച്ഛനെയൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ, വീടുകളിൽ എല്ലാവരുടെ വീടുകളിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കാനും അവരെ കൊണ്ട് തെറി പറയാനും അവരെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കാനും ഒക്കെ ഇട്ട് കൊടുക്കാൻ കാണിക്കുന്നൊരു മനസ്സ് എത്ര നികൃഷ്ടമായ മനസ്സാണ്. ഞാൻ പെർഫെക്റ്റ്, ഇവരെല്ലാം തെറ്റുകാർ, എൻ്റെ കുടുംബക്കാരെല്ലാം തെറ്റുകാരാണ് എന്ന് പറയുന്ന ഒരു രീതി, അത് ജനങ്ങളെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കുക, എന്ത് മോശം പരിപാടിയല്ലേ? അതാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ കാലമായിട്ട്. അതിനൊരു തടസ്സമായി മാറട്ടെ ഈ കേസ് കാര്യങ്ങളൊക്കെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഈ കുട്ടികളെ വെച്ചുള്ള വീഡിയോ, കുട്ടികളെ വെച്ചിട്ട് ലൈവിൽ വന്നിരുന്ന് തെറി പറയുക. ലൈവ് ചെയ്യുമ്പോൾ പല ജനങ്ങളാണ് ലൈവ് കാണുന്നത്. അതിനകത്ത് ഷാജി ഇഷ്ടമില്ലാത്ത ആൾക്കാരും കാണും. അവർ വന്ന് മോശം പറയും. ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് വിടുക, അത് ചെയ്യില്ല. അതിന് മറുപടി കൊടുക്കുക, തിരിച്ച് അവരെന്ത് തെറി പറഞ്ഞോ അതിൻ്റെ 10 മടങ്ങ് തെറി അങ്ങോട്ട് പറയുക. ഇത് പറയുമ്പോൾ ആര് കേട്ടുകൊണ്ടിരിക്കുന്നു? ആ 5 വയസ്സുള്ള കുട്ടി കേട്ടുകൊണ്ടിരിക്കുകയാണ്, അടുത്ത് നിൽക്കുകയാണ്, അവൻ വെച്ചുകൊണ്ട് അത് ചെയ്യുന്നത്. അതൊക്കെയാണ് എൻ്റെ വിയോജിപ്പ്. അല്ലാണ്ട് ഇവർ ലൈവ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ലൈവ് കൂടെ കാശുണ്ടാക്കുന്നതിനോ ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അവരുടെ വരുമാനമാണ്. പക്ഷേ അത് ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യുമ്പോൾ കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ ആ കുട്ടികളുടെ ചിന്താഗതി ഒക്കെ മാറുകയാണ്. ഉറപ്പായിട്ട് മാറും. നാളെ ആ കുട്ടികൾ എന്തായി മാറുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എൻ്റെ കുട്ടികൾക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് തെറി പറയുന്നത്, ഏത് സാഹചര്യത്തിലാണ് തെറി പറയുന്നത് എന്നൊക്കെ അവർക്ക് അറിയാമെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികൾ അവരുടെ മനസ്സിലേക്ക് കയറുന്ന ഈ തെറികൾ അതൊരു മഹത് വചനം പോലേക്കായിരിക്കും കയറി പോകുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ. ഷാജിയുടെ ലൈവുകൾ നന്നാവട്ടെ, നല്ല രീതിയിൽ നല്ല വാക്കുകൾ ഉപയോഗിച്ച് ലൈവുകൾ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഉമ്മേനെ ഇനിയെങ്കിലും പറയാതിരിക്കട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.